ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുഴുങ്ങിയെടുത്തേക്കണം മുട്ടയും പുഴുങ്ങിയെടുത്തേക്കണം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഏതാണ്ട് പിസയുടെ പോലെയൊക്കെ ഇരിക്കും. പക്ഷേ പിസയുടെ പോലെ നമുക്ക് ചീസൊന്നും ആവശ്യമൊന്നുമില്ല, ബേക്കൊന്നും ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അരിപ്പൊടി കൊണ്ടുള്ള ഒരു വട ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പിന്നെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് ഉള്ളി ചമ്മന്തിയുടെ വീഡിയോ ആണ്. പിന്നെ ചമ്മന്തി ആവാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താ, പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം, പുറത്തേക്കൊന്നും ഇറങ്ങണമെന്നില്ല. പിന്നെ ഇവിടെ ഒരു മലയാളി മരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പേപ്പറിലേക്ക് വന്നിട്ടുണ്ടാവും, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര പേടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ട് ഇടുക. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയേ, ഇവിടെ ഇതേപോലത്തെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ടയും പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. പിന്നെ ഗരം മസാല ചേർക്കണം. പിന്നെ നമ്മൾ നോക്കിയേ, ഇത് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക്. ഇത് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളകൊന്നും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മുട്ടയും ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും മെയിനായിട്ട് എന്തായിരുന്നാലും വേണം. പിന്നെ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ നമുക്ക് കടയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടി നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കുന്ന സാധനം മല്ലിയില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളകും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 3 മുട്ട നമുക്ക് ഇതേപോലെ ഈ ഗ്രേറ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ തന്നെ ചെയ്യാം, കാരണം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ളതുണ്ടോ. ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത്, അപ്പം ഇങ്ങനെ നല്ല പൊടി പോലെ വരും. അപ്പം ഇങ്ങനെ പതുക്കെ സ്ലോലി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ നല്ല നമ്മൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ നമുക്ക് കിട്ടും. ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ കൈമ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. പെട്ടെന്ന് ചെയ്യാതെ, മുട്ട ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. പൊടിയാത്ത വല്ല പീസൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് രണ്ടാമത് പൊടിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുട്ടയും ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ അത്രയ്ക്ക് വലിപ്പമുള്ള മുട്ടയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ മുട്ടയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2.5 മുട്ടയ്ക്ക് മതിയാവും കേട്ടോ. മുട്ട ഇതേപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതേപോലെ തൊലി കളയുക. അപ്പോൾ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഇതുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇതാ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, നമ്മൾ മുട്ട ചെയ്ത പോലെ തന്നെ. ഉരുളക്കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആട്ടോ. പക്ഷെ മുട്ട ചെയ്യുമ്പോൾ അത്രയ്ക്ക് സ്പീഡിൽ ചെയ്യരുത്, മുട്ട ആകെ പൊടിഞ്ഞു പോകും. ഇതപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പാർത്താം, കാരണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങും മുട്ടയും പിന്നെ പച്ചമുളകും മല്ലിയിലയും സവോളയും ചേർക്കുക. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം.
ഇത് കുരുമുളക് ക്രഷ് ചെയ്തെടുക്കണ ഒരു ഇതാട്ടോ. നോക്കി ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് തിരിപ്പിക്കുമ്പോൾ ഈ സാധനങ്ങൾ വരും. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാൻ ഇതിലേക്ക് നോക്കിയാൽ ഇത് ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കാം. ഇതിലൊന്നിനും അതിന് കറക്റ്റായിട്ട് ഒരു അളവൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ ചിലവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടും എരിവ് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. ഇതിലേക്ക് ഞാനിവിടെ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇതിലേക്ക് നിങ്ങൾക്ക് ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. കുട്ടികൾക്ക് ചീസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീസ് ഇതേപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തില്ലേ, അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഇത് നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിക്സിങ്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഒരുപാട് കനത്തിൽ പരത്തണ്ട. ഇതിങ്ങനെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് കനം വേണ്ട. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ നോക്കിയേ നമ്മുടെ ഈ മുട്ടയുടെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളിവട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സബോളയ്ക്ക് കളറ് കൂടുതലുണ്ടോ. ഇവിടുത്തെ സബോളയ്ക്ക് നമ്മുടെ നാട്ടിലെ സബോളയുടെ കളർ വെച്ചിട്ട് ഇവിടുത്തെ സബോളയ്ക്ക് ഭയങ്കര കളറാണ്. പക്ഷെ ടേസ്റ്റ് സെയിം ആട്ടോ. പക്ഷെ ഇവിടുത്തെ സബോളയുടെ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ചില സബോളയ്ക്ക് ചില സമയത്ത് നല്ല ഡാർക്ക് കളറിലിരിക്കും. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത് ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കണില്ലേ, അതിവിടെ വീടിൻ്റെ പുറത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഭയങ്കര കനം കുറച്ചിട്ടില്ല, ചെറുതായിട്ടൊരു കനമുണ്ട്. എന്നാൽ ഭയങ്കര കനത്തിൽ എടുക്കണ്ട. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് മൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ പിസയൊക്കെ കട്ട് ചെയ്യില്ലേ അതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ നമ്മളിതെല്ലാനും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പാന് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയി വന്നിട്ടുണ്ടായിരുന്നില്ലേ ഡിസംബറിൽ, അപ്പോൾ വാങ്ങിച്ചതാട്ടോ. ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും വേണമെങ്കിലും നമുക്കിത് മൊരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിങ്ങനെ മറിച്ചൊക്കെ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ഇടണം കേട്ടോ. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുക. പിന്നെ നന്നായിട്ട് മൊരിനേലും മുമ്പ് തിരിച്ചിടുകയും ചെയ്യരുത്. ഇത് പിന്നെ നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര കനം കുറയ്ക്കരുത് കേട്ടോ. അത്യാവശ്യം ഒരു കനം വേണം. കാരണം ഭയങ്കര കനം കുറഞ്ഞിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. ഓക്കെ, ഇത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയങ്കര കനം കുറച്ചിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. പരത്തിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് കനത്തിൽ എടുക്കുക. എന്നാൽ ഭയങ്കര കനത്തിൽ വേണ്ടതാനും.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്.